സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കാസ്റ്റ് അയൺ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറി ഞാൻ പറയും. ക്വസ്റ്റ്യൻ വായിച്ചു വെക്കുക. എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. കാസ്റ്റ് അയൺ ഹാസ് പുവർ എബിലിറ്റി ടു ഡാം വൈബ്രേഷൻസ്. കാസ്റ്റ് അയൺ വൈബ്രേഷനെ ഡാം ചെയ്യാനുള്ള എബിലിറ്റി എന്താണ്? കുറവാണ്. പുവർ എബിലിറ്റി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. വൈബ്രേഷനെ ഡാം ചെയ്യാനുള്ള കപ്പാസിറ്റി കാസ്റ്റ് അയൺ കുറവാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. കാസ്റ്റ് അയൺ ഹാസ് ഹയർ കംപ്രസീവ് സ്ട്രെങ്ത് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സ്റ്റീൽ. കാസ്റ്റ് അയൺ സ്റ്റീലിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? ഹയർ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്. ഹയർ കംപ്രസീവ് സ്ട്രെങ്ത് സ്റ്റീലിനെ വെച്ച് നോക്കുമ്പോൾ ഹയർ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടെന്നാണ് പറയുന്നത് കാസ്റ്റ് അയൺ. മൂന്നാമത്തെ, കാസ്റ്റ് അയൺ parts are suitable where permanent deformation is preferred over fracture. കാസ്റ്റ് അയൺ പാർട്സ് നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴാണ്? പെർമനന്റ് ഡിഫോർമേഷൻ പ്രിഫർ ചെയ്യുമ്പോൾ ഓവർ ഫ്രാക്ചർ. അതായത് ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാർ കാസ്റ്റ് അയണിന്റെ പാട്ടം ഇതിലൊക്കെ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ കാസ്റ്റ് അയൺ എന്താണ്? ബ്രിട്ടിൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. എക്സ്ട്രീംലി ബ്രിട്ടിലാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. സോ കാസ്റ്റ് അയൺ എന്ത് ചെയ്യും? ഓൺ ദി സ്പോട്ടിൽ ഈ ഗ്ലാസ് പൊട്ടുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വെച്ചാണ്ട് പൊട്ടിപ്പോവും. ഓക്കെ. ആ സമയത്ത് പെർമനന്റ് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞത് ഇത് നമ്മൾ ഫ്രാക്ചർ എന്ന് പറയും. ഫ്രാക്ചർ. പെർമനന്റ് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡക്റ്റൈൽ മെറ്റീരിയൽസിനാണ് ഈ പെർമനന്റ് ഡിഫോർമേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽസിന് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു ടെൻസൈൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പെർമനന്റ് ഡിഫോർമേഷൻ ഉണ്ടാവും. മീൻസ് ഇവിടെ നെക്കിങ് സംഭവിക്കും. ഇവിടുത്തെ ഡയമീറ്റർ കുറയും. ഈ മെറ്റീരിയൽ അല്പം എന്താവും? എലോങ്ങേറ്റ് ആവും. അല്പം കൂടി ഇങ്ങോട്ടേക്ക് എലോങ്ങേറ്റ് ആവും. ഓക്കെ. ആണ് പെർമനന്റ് ഡിഫോർമേഷൻ. ഇപ്പൊ കാസ്റ്റ് അയൺ പാർട്സ് ഉപയോഗിക്കുന്നത് പെർമനന്റ് ഡിഫോർമേഷൻ ഉള്ള പ്രിഫർ ചെയ്യുന്ന സമയത്താണെന്നാണ് ഓപ്ഷൻ. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ. എങ്ങനെയാണ് ഓപ്ഷൻ ഡിയിലേക്ക് വന്നത് നമുക്ക് നോക്കാം കേട്ടോ. സോ കാസ്റ്റ് അയൺ ഹാസ് പുവർ എബിലിറ്റി ടു ഡാംപ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ റോങ് സ്റ്റേറ്റ്മെന്റ്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാസ്റ്റ് അയൺ വൈബ്രേഷൻസ് ഡാംപ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. കാസ്റ്റ് അയൺ ഹാസ് എ ഗുഡ് എബിലിറ്റി ടു ഡാംപ് വൈബ്രേഷൻ. അപ്പൊ കാസ്റ്റ് അയൺ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇറ്റ് ഹാസ് ഗുഡ് എബിലിറ്റി ടു ഡാം വൈബ്രേഷൻസ്. വൈബ്രേഷനെ ഡാംപ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇങ്ങനെ വൈബ്രേഷനെ ഡാംപ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കാസ്റ്റ് അയൺ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ഈ മെഷീൻ ബെഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. മെഷീൻ ബെഡ്, ലെയ്ത്ത് ബെഡ്സ് ആർ മാനുഫാക്ചേർഡ് ബൈ. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ലെയ്ത്ത് ബെഡ് മാനുഫാക്ചർ ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ്? ഏതാണ്? കാസ്റ്റ് അയൺ വെച്ചിട്ടാണ്. കാസ്റ്റ് അയൺ. ഓക്കെ. സോ മെഷീൻ ബെഡ്സ് നമ്മൾ ഈ കാസ്റ്റിന് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം കാസ്റ്റ് അയൺ എന്താണ്? വൈബ്രേഷനെ ഡാംപ് ചെയ്യാനുള്ള കഴിവുണ്ട്. മെഷീൻസിലൊക്കെ ലെയ്ത്തിലൊക്കെ എന്താണ്? ഇങ്ങനെ വൈബ്രേഷൻസ് ഉണ്ടാവും. അതിന്റെ മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഓരോ പാർട്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ? അതിന് വൈബ്രേഷൻ ഉണ്ടാവും. കാസ്റ്റ് അയൺ എന്ത് ചെയ്യാൻ പറ്റും? അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും വൈബ്രേഷൻ. ഓക്കെ. കാസ്റ്റ് അയൺ ഹാസ് ഹയർ കംപ്രസീവ് സ്ട്രെങ്ത് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സ്റ്റീൽ. ഇത് ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഇത് തെറ്റാണ്. കാസ്റ്റ് അയൺ പുവർ എബിലിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാസ്റ്റ് അയൺ ഹാസ് ഹയർ കംപ്രസീവ് സ്ട്രെങ്ത് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സ്റ്റീൽ. കാസ്റ്റ് അയൺ എന്താണ്? സ്റ്റീലിനെ വെച്ച് നോക്കുമ്പോൾ അതിന് എന്താണ്? ഹയർ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്. ശരിയായ ഉത്തരമാണ്. കാസ്റ്റ് അയണിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഹൈ ആണ്, എന്നാൽ ടെൻസൈൽ സ്ട്രെങ്ത് ലോ ആണ്. കാസ്റ്റ് അയണിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്. കാസ്റ്റ് അയണിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഹൈ, ടെൻസൈൽ സ്ട്രെങ്ത് ലോ. പഠിച്ചു വെച്ചോളൂ. അടുത്താണ്, കാസ്റ്റ് അയൺ പാർട്സ് ആർ സ്യൂട്ടബിൾ വെയർ പെർമനന്റ് ഡിഫോർമേഷൻ ഈസ് പ്രിഫേർഡ് ഓവർ ദി ഫ്രാക്ചർ. തെറ്റാണ്. കാരണം എന്താണ്? കാസ്റ്റ് അയൺ പാർട്സ് നമ്മൾ ഉപയോഗിക്കുന്നത് പെർമനന്റ് ഫ്രാക്ചർ വരേണ്ട സന്ദർഭങ്ങൾ മാത്രമാണ്. നമുക്ക് ഡിഫോർമേഷൻ ആണ് വേണ്ടതെങ്കിൽ, ഫ്രാക്ചർ സംഭവിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഉപയോഗിക്കേണ്ടത്. സോ ഓപ്ഷൻ 3 എന്താണ്? ഓപ്ഷൻ 3 ഇൻകറക്റ്റ് ആണ്. സോ ഓപ്ഷൻ 2 മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഡി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. നമ്മൾ കാസ്റ്റ് അയൺ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാസ്റ്റ് അയണുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. കാസ്റ്റ് അയൺ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അയൺ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ. സോ നമ്മുടെ അയണിന്റെ ഓർ എടുത്തു കഴിഞ്ഞാൽ
അയണിന്റെ ഓർ അയൺ ഓർ. അതിന് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫർണസ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസ് ആണ്. 10ാം ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ടാവും. അയൺ ഓറിനെ നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസിലേക്കാണ്. ഈ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് അയൺ ഓറിനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ അയണിനെ വിളിക്കുന്ന പേരാണ് പിഗ് അയൺ. പിഗ് അയൺ. പിഗ് അയൺ ആണ് എല്ലാ തരം അയണിന്റെ അലോയ്സിന്റെ ഒരു ഇനീഷ്യൽ എലിമെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിഗ് അയണിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ടൈപ്പ് അയൺ, കാസ്റ്റ് അയൺ ആയിക്കോട്ടെ, റോട്ട് അയൺ ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, എല്ലാം ഉണ്ടാക്കുന്നത് ഈ പിഗ് അയണിൽ നിന്നാണ്. സോ അയൺ ഓറിനെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബ്ലാസ്റ്റ് ഫർണസിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത് പിഗ് അയൺ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ബ്ലാസ്റ്റ് ഫർണസിൽ നമുക്ക് കിട്ടുന്ന അയൺ ഏതാണ്? പിഗ് അയൺ. ഓക്കെ, ഈ പിഗ് അയൺ നമുക്ക് ഹീറ്റ് ട്രീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അയൺ കിട്ടുന്നത്. പിഗ് അയണ് നമ്മൾ കുപ്പോള ഫർണസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, പിഗ് അയണ് നമ്മൾ കുപ്പോള ഫർണസ്, ഒരു ടൈപ്പ് ഓഫ് ഫർണസ് ആണ്. കുപ്പോള ഫർണസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുപ്പോള ഫർണസിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? കാസ്റ്റ് അയൺ. കുപ്പോള ഫർണസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കാസ്റ്റ് അയൺ കിട്ടും. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ കാസ്റ്റ് അയൺ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫർണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കുപ്പോള ഫർണസ് ആണ്. ഓക്കെ, ഇനി ഈ പിഗ് അയണ് നമ്മൾ ഫുഡിലിംഗ് ഫർണസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിഗ് അയണ് നമ്മൾ ഫുഡിലിംഗ് ഫർണസിൽ വെച്ച് ഹീറ്റ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റോട്ട് അയൺ കിട്ടും. അപ്പൊ റോട്ട് അയൺ കിട്ടുന്നത് ഫുഡിലിംഗ് ഫർണസിലാണ്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. കാസ്റ്റ് അയണ് ഫുഡിലിംഗ് ഫർണസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റോട്ട് അയൺ കിട്ടും. റോട്ട് അയൺ. ഓക്കെ, സോറി, കാസ്റ്റ് അയൺ അല്ല, പിഗ് അയൺ. ഇനി ഈ പിഗ് അയണ് നമ്മൾ സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സിന് വിധേയമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റീൽ കിട്ടും. സ്റ്റീൽ. ഇപ്പൊ ഈ തന്നിരിക്കുന്നതൊക്കെ ഓരോ സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സുകളാണ്. പേരുകൾ പഠിച്ചാൽ മതി, അതിന്റെ എക്സ്പ്ലനേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല, വളരെ റെയറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഓക്കെ, സോ ഈ സ്റ്റീൽ മേക്കിംഗ് പ്രോസസ്സുകളാണ് ഇതൊക്കെ. ഈ പേരുകൾ ഓർത്ത് വെച്ചോണം. ബെസമർ കൺവേർട്ടർ അല്ലെങ്കിൽ ബെസമർ പ്രോസസ് എന്ന് പറയും, സ്റ്റീൽ മേക്കിംഗ് പ്രോസസ് ആണ്. ഓപ്പൺ ഹാർത്ത് പ്രോസസ് അല്ലെങ്കിൽ ഓപ്പൺ ഹാർത്ത് ഫർണസിലുള്ള ഓപ്പൺ ഹാർത്ത് ഫർണസ് എന്ന് പറയുന്നത് സ്റ്റീൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫർണസ് ആണ്. അല്ലെങ്കിൽ ഓപ്പൺ ഹാർത്ത് പ്രോസസ് എന്നും പറയും. സ്റ്റീൽ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ആണ് OH പ്രോസസ്, ഓപ്പൺ ഹാർത്ത് പ്രോസസ്. ഇലക്ട്രിക് ഫർണസ്, അതുപോലെ തന്നെ ഓക്സിജൻ പ്രോസസ്. ചിലപ്പോൾ ബേസിക് ഓക്സിജൻ പ്രോസസ് എന്നായിരിക്കും പറയുന്നത്. ബേസിക് ഓക്സിജൻ പ്രോസസ് അല്ലെങ്കിൽ ഓക്സിജൻ പ്രോസസ്. ഈ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. ഇതൊക്കെ എന്താണ്? ബെസമർ പ്രോസസ്, OH പ്രോസസ്, ഓക്സിജൻ പ്രോസസ്. ഇതൊക്കെ സ്റ്റീൽ ഉണ്ടാക്കുന്ന പ്രോസസ്സുകളാണ്. സോ പിഗ് അയണിൽ നിന്ന് സ്റ്റീൽ നമുക്ക് ഈ പ്രോസസ് ഒക്കെ വഴി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുന്ന് പഠിക്കേണ്ടത്. ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചോദിക്കും കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. അയണിന്റെ ഓർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അയണിന്റെ ഓർ എന്ന് പറയുന്നത് ഹെമറ്റൈറ്റും മാനറ്റൈറ്റും ആണ്. ഹെമറ്റൈറ്റും മാനറ്റൈറ്റും ആണ് അയണിന്റെ ഓർ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർ എന്ന് പറയുന്നത്. ഈ പിഗ് അയണിന്റെ പ്രത്യേകത എന്താണ്? പിഗ് അയൺ നമ്മൾ ഏത് ഫർണസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? ആദ്യം പറഞ്ഞു, ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു അയണാണ് പിഗ് അയൺ. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നാണ്, അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന അയൺ പിഗ് അയൺ ആണ്. പിഗ് അയൺ എന്ന് പറയുന്നത് അതില് 3 മുതൽ 4% വരെ കാർബൺ ഉണ്ട്. ഇത് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ചിലർ ഓർക്കും നമ്മൾ ഈ അയണിനെ നമ്മൾ ഫസ്റ്റ് ഹീറ്റ് ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് പിഗ് അയൺ, അല്ലെ? ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്നതാണ് പിഗ് അയൺ. അതുകൊണ്ട് ഇത് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, ഇതിലെന്തുണ്ട്? 3 മുതൽ 4% വരെ കാർബൺ ഉണ്ടാകും. 3 മുതൽ 4% വരെ കാർബൺ ഉണ്ടാകും പിഗ് അയൺ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഈ കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത് കുപ്പോള ഫർണസിൽ നിന്നാണ് ഞാൻ പറഞ്ഞു, അല്ലെ? റോട്ട് അയൺ ഉണ്ടാക്കുന്നത് ഫുഡലിംഗ് ഫർണസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഫുഡലിംഗ് പ്രോസസ് ആണ്. ഫുഡലിംഗ് പ്രോസസ് ആണ് റോട്ട് അയൺ ഉണ്ടാക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഈ റോട്ട് അയൺ ആണ് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് പറയുന്നത്, റോട്ട് അയൺ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ട് അയണിൽ വെരി ലോ കാർബൺ കണ്ടന്റ് ഉള്ളൂ. അതായത് റോട്ട് അയണിലെ കാർബൺ കണ്ടന്റ് എന്ന് പറയുന്നത് <0.08% ആണ്. ഓക്കെ, അതുകൊണ്ട് പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? അത് റോട്ട് അയൺ ആണ്. പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് റോട്ട് അയൺ ആണ്. ഓക്കെ, സ്റ്റീൽ ഉണ്ടാക്കുന്ന പ്രോസസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ബെസമർ പ്രോസസ്, ഓപ്പൺ ഹാർത്ത് പ്രോസസ്, ഇലക്ട്രിക് ഫർണസ്, ഓക്സിജൻ പ്രോസസ്. ഇതൊക്കെ എന്താണ്? സ്റ്റീൽ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്.
നമ്മൾ കാസ്റ്റ് അയണിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാസ്റ്റ് അയണിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കാസ്റ്റ് അയണിനെ പറ്റി കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടിലാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയലാണ്. ഓക്കെ, ബ്രിട്ടിലാണ്. ഇനി കാസ്റ്റ് അയണിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാസ്റ്റ് അയണിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഹൈ ആണ്. അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് ലോ ആണ്, കംപ്രസീവ് സ്ട്രെങ്ത് ഹൈ ആണ്. ഓക്കെ, കാസ്റ്റ് അയണ് നല്ല വൈബ്രേഷൻ ഡാമ്പിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഈ കാസ്റ്റ് അയൺ നമ്മൾ ഉണ്ടാക്കുന്നത് കാസ്റ്റിംഗ് പ്രോസസ്സ് വഴി മാത്രമാണ്. ഇതുവഴി മാത്രമേ നമുക്ക് കാസ്റ്റ് അയൺ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ കാസ്റ്റ് അയൺ എന്ന് പറയുന്ന പേര് വരാൻ കാരണം. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ കാസ്റ്റ് അയണിന്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്. കാസ്റ്റ് അയൺ നമുക്ക് ഗ്രേ കാസ്റ്റ് അയൺ, ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ, മാലിയബിൾ കാസ്റ്റ് അയൺ, അലോയ് കാസ്റ്റ് അയൺസ്, ഇങ്ങനെ പലതായിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ, അലോയ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അലോയിങ് എലമെന്റ്സ് ചേർത്തുണ്ടാക്കുന്ന കാസ്റ്റ് അയൺ ആണ്. ബേസിക്കലി ഗ്രേ കാസ്റ്റ് അയൺ, ഡക്റ്റൈൽ കാസ്റ്റ് അയൺ, വൈറ്റ് കാസ്റ്റ് അയൺ, മാലിയബിൾ കാസ്റ്റ് അയൺ എന്നൊക്കെയാണ് നമുക്ക് കാസ്റ്റ് അയൺ തിരിക്കാൻ പറ്റുക. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേ കാസ്റ്റ് അയൺ അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിന്റെ കളർ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേ ആണ്. ഗ്രേ കളറാണ് ഗ്രേ കാസ്റ്റ് അയൺ. ഇങ്ങനെ ഗ്രേ കളർ കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരുമല്ല, നമ്മുടെ കാർബൺ ആണ്. ഈ കാർബൺ ഈ ഗ്രേ കാസ്റ്റ് അയണിൽ ഗ്രാഫൈറ്റ് രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഗ്രാഫൈറ്റ് രൂപത്തിലാണ് ഗ്രേ കാസ്റ്റ് അയണിൽ കാർബൺ കാണപ്പെടുന്നത്. ഇങ്ങനെ ഗ്രാഫൈറ്റ് രൂപത്തിൽ കാർബൺ കാണപ്പെടുന്നതുകൊണ്ടാണ് ഇതിന് ഗ്രേ കളർ വരുന്നത്. ഓക്കെ, ഇനി ഈ ഗ്രേ കാസ്റ്റ് അയണിൽ യൂഷ്വലി 2.5 മുതൽ 3.5% വരെ കാർബൺ ഉണ്ടാകും. നിങ്ങൾ ഈ പ്രത്യേകിച്ച് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലി കാസ്റ്റ് അയൺ എടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കാസ്റ്റ് അയൺ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള കാർബണിന്റെ പെർസെന്റേജ് എത്രയാണ്? കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരം കാസ്റ്റ് അയൺ ആയിക്കോട്ടെ, അതിലുള്ള കാർബണിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 2.1 മുതൽ 6.67 വരെയാണ്. 2.1 മുതൽ 6.67 വരെയാണ്. അപ്പൊ ഈ വാല്യൂ ഓർത്ത് വെച്ചോളാം. ഇതിനും താഴെയാണെങ്കിൽ 2.1 താഴെയാണ് നമ്മുടെ കാർബണിന്റെ എമൗണ്ട് എങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? പറഞ്ഞേ. 2.1 താഴെയാണ് നമ്മുടെ കാസ്റ്റ് അയൺ, നമ്മുടെ കാർബണിന്റെ എമൗണ്ട് എങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? റെസ്പോണ്ട് ചെയ്തേ. സ്റ്റീൽ എന്ന് വിളിക്കും അല്ലെ. 2.1 താഴെയാണ് നമ്മുടെ കാർബണിന്റെ എമൗണ്ട് എങ്കിൽ നമ്മൾ അതിനെ സ്റ്റീൽ എന്ന് വിളിക്കും അല്ലെ. സ്റ്റീൽ. നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അയൺ കാർബൺ ഡയഗ്രത്തിൽ ഒന്നുകൂടെ പറയണ്ട കേട്ടോ. സോ ഗ്രേ കാസ്റ്റ് അയൺ അതില് കാർബൺ എന്താണ്? ഗ്രാഫൈറ്റ് രൂപത്തിലാണ്. ഇനി ഈ കാർബൺ ഇങ്ങനെ ഗ്രാഫൈറ്റ് രൂപത്തിൽ നിലനിർത്തുന്ന ആളാണെന്ത്? സിലിക്കൺ. ഈ ഗ്രേ കാസ്റ്റ് അയണിൽ എന്തുണ്ട്? സിലിക്കൺ ഉണ്ട്. സിലിക്കൺ. ഈ സിലിക്കൺ ആണെന്ത്? ഗ്രാഫറ്റൈസിങ് ഏജന്റ്. ഇത് ചോദിക്കാം. ഗ്രേ കാസ്റ്റ് അയണില് ഈ കാർബണെ ഗ്രാഫൈറ്റ് രൂപത്തിൽ നിലനിർത്തുന്ന ആള് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ സിലിക്കൺ ആണ്. സോ വിച്ച് ഈസ് ദി ഗ്രാഫറ്റൈസിങ് ഏജന്റ് ഇൻ ഗ്രേ കാസ്റ്റ് അയൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? സിലിക്കൺ ആണ്. സിലിക്കൺ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. സോ അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. കാർബൺ ഇൻ ഗ്രേ കാസ്റ്റ് അയൺ എക്സിസ്റ്റ് ഇൻ ഫ്രീ ഫോം ആസ് ഗ്രാഫൈറ്റ് ഫ്ലേക്സ്. ഗ്രാഫൈറ്റ് എന്ത് രൂപത്തിലാണ് കാണുന്നത്? ചീളുകൾ പോലെ. ഫ്ലേക്ക് എന്ന് പറയുന്നത് എന്താണ്? ചീളുകൾ. ഗ്രാഫൈറ്റ് ഫ്ലേക്ക് രൂപത്തിലാണ് കാണുന്നത്. എംബഡഡ് ഇൻ എ മെട്രിക്സ് ഓഫ് ഫെറൈറ്റ് ഓർ പെർലൈറ്റ്. ആൽഫ ഫെറൈറ്റ് ഓർ പെർലൈറ്റ്. ഓക്കെ, അതായത് വേറൊന്നുമല്ല, നമ്മുടെ ഈ പറയുന്ന ഗ്രാഫൈറ്റ് ഫ്ലേക്ക് രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഫ്ലേക്ക് രൂപത്തിൽ ഇങ്ങനെ ചീളുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഈ പറയുന്ന ഗ്രേ കാസ്റ്റ് അയണിൽ ഗ്രാഫൈറ്റ് ഫ്ലേക്സ് കാണപ്പെടുന്നത്. ഇങ്ങനെ ഈ രൂപത്തിൽ ഈ ഷേപ്പിൽ ഉള്ളത് കൊണ്ടാണ് ഇതിന് എന്ത് കിട്ടുന്നത്? ഈ വൈബ്രേഷൻ ഡാമ്പിംഗ് കപ്പാസിറ്റി കിട്ടുന്നത്. ഓക്കെ ഓക്കെ, സോ ഇത്രയും പോയിന്റ് ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞത് എന്താ? എക്സ്ട്രീംലി ബ്രിട്ടിലാണ് ഇൻ ടെൻഷൻ. ഓക്കെ, ഇപ്പൊ ടെൻസൈൽ ലോഡ് സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഗ്രേ കാസ്റ്റ് അയൺ ഇല്ല. അടുത്താണ് ഡക്റ്റൈൽ കാസ്റ്റ് അയൺ. ഡക്റ്റൈൽ കാസ്റ്റ് അയൺ. ഡക്റ്റൈൽ കാസ്റ്റ് അയൺ. സോ ഡക്റ്റൈൽ കാസ്റ്റ് അയണിന്റെ പ്രത്യേകത എന്താണ്? ആ പേര് തന്നെ ഉണ്ടല്ലേ. നമ്മുടെ ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഗ്രേ കാസ്റ്റ് അയൺ. ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്ട്രീംലി ബ്രിട്ടിലാണ് അല്ലെ. അപ്പൊ ഡക്റ്റൈൽ കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബ്രിട്ടിൽനെസ് അല്പം കുറവാണ്, അല്പം കൂടി ഡക്റ്റൈൽ ആയിരിക്കും.
സോ ഇങ്ങനെ ഡക്റ്റൈൽ ആകണമെങ്കിൽ നമ്മൾ ഈ ഗ്രാഫൈറ്റ് രൂപത്തില് കാർബൺ ഫ്ലേക്സ് ആയിട്ട് ഫ്ലേക്ക് രൂപത്തിൽ ആയിക്കഴിഞ്ഞാൽ, അതായത് ഗ്രാഫൈറ്റ് രൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ ഫ്ലേക്ക് രൂപത്തിലാണ് എങ്കിൽ കാർബൺ ഇങ്ങനെ ഇരിക്കുന്നത്, ഗ്രാഫൈറ്റ് ഇരിക്കുന്നത് ഫ്ലേക്ക് രൂപത്തിലാണ് എങ്കിൽ ഈ ഡക്റ്റൈൽ പ്രോപ്പർട്ടി ഇതിനുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ ഫ്ലേക്ക് രൂപത്തിലുള്ള ഈ പറയുന്ന ഗ്രാഫൈറ്റിനെ നമ്മൾ ഒരു പ്രത്യേക സാധനം ആഡ് ചെയ്യുമ്പോൾ, ഏത് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഗ്നീഷ്യം Mg മഗ്നീഷ്യം ആഡ് ചെയ്യുമ്പോൾ ഈ ഫ്ലേക്ക് രൂപത്തിലുള്ള നമ്മുടെ ഈ പറയുന്ന ഗ്രാഫൈറ്റ് നോഡ്യൂൾസ് രൂപത്തിലാവും, അല്ലെങ്കിൽ സ്പിറോയിഡ് രൂപത്തിലാവും. ഓക്കെ, ഇങ്ങനെ സ്പിറോയിഡ് രൂപത്തിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോഡ്യൂൾസ് രൂപത്തിലായി കഴിഞ്ഞാൽ ഇതിന്റെ ഡക്റ്റിലിറ്റി കൂടും. എന്താ പറഞ്ഞ് നമ്മുടെ ഗ്രേ കാസ്റ്റേണിൽ എന്താ ഫ്ലേക്ക് രൂപത്തിലാണ് നമ്മുടെ ഗ്രാഫൈറ്റ് ഇരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ മഗ്നീഷ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇമ്പോർട്ടന്റ് ആണ്, മഗ്നീഷ്യമാണ് ആഡ് ചെയ്യുന്നത്. ഈ ഫ്ലേക്ക് രൂപത്തിലുള്ള ഗ്രാഫൈറ്റ് സ്പിറോയിഡ് രൂപത്തിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന നൊഡ്യൂൾസ് ആയിട്ട് മാറും, അതിന്റെ ഷേപ്പ് മാറും. ഇങ്ങനെ നൊഡ്യൂൾ രൂപത്തിലേക്ക് മാറി കഴിഞ്ഞാൽ അതിന്റെ ഡക്റ്റിലിറ്റി എന്ത് ചെയ്യും? കൂടും. ഓക്കെ, സോ ഡക്റ്റൈൽ കാസ്റ്റേൺ ആയിട്ട് മാറാൻ നമ്മൾ ആഡ് ചെയ്യുന്ന സാധനം ഏതാണ്? മഗ്നീഷ്യമാണ്. ഓക്കെ, ഗ്രേ കാസ്റ്റേൺ നമ്മൾ എന്ത് ചെയ്യും? മോൾട്ടൺ സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിലേക്ക് മഗ്നീഷ്യം ആഡ് ചെയ്തെടുത്തിട്ട് തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് ഡക്റ്റൈൽ കാസ്റ്റേൺ ആയിട്ട് മാറിക്കോളും, ഡക്റ്റൈൽ കാസ്റ്റേൺ ആയിട്ട് മാറും. ഓക്കെ, സോ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? കാർബൺ ഗ്രാഫൈറ്റ് കാണപ്പെടുന്നത് നൊഡ്യൂൾ രൂപത്തിലാണ്, അല്ലെങ്കിൽ സ്പിറോയിഡ് രൂപത്തിലാണ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോഡുലാർ കാസ്റ്റേൺ. നൊഡ്യൂൾസ് രൂപത്തിൽ ഗ്രാഫൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ നോഡുലാർ കാസ്റ്റേൺ എന്ന് വിളിക്കും. അതുപോലെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? സ്പിറോയിഡൽ ഗ്രാഫൈറ്റ് കാസ്റ്റേൺ. അഥവാ SG കാസ്റ്റേൺ എന്നും വിളിക്കും. ഓക്കെ, SD കാസ്റ്റേൺ. അടുത്താണ് നമ്മുടെ വൈറ്റ് കാസ്റ്റേൺ. കാസ്റ്റേണിന്റെ അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ആണ് വൈറ്റ് കാസ്റ്റേൺ. സോ ഈ വൈറ്റ് കാസ്റ്റേണിന് ഈ പേര് വിളിക്കാൻ കാരണം എന്തായിരിക്കും? ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിന് നമ്മൾ ക്രോസ് സെക്ഷൻ ഈ കാസ്റ്റേണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വൈറ്റ് അപ്പിയറൻസ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ വൈറ്റ് അപ്പിയറൻസ് വരാൻ കാരണം, ഗ്രേ കാസ്റ്റേണിൽ ഗ്രേ അപ്പിയറൻസ് വരാൻ കാരണം എന്താണ്? നമ്മുടെ ഗ്രാഫൈറ്റ് ആണ്, അത് ഫ്ലേക്ക് രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഡക്റ്റൈൽ കാസ്റ്റേണും ഏകദേശം ഗ്രേ കളർ ആയിരിക്കും. ഓക്കെ, എന്നാൽ വൈറ്റ് കാസ്റ്റേണിന്റെ കളർ വൈറ്റ് ആയിരിക്കും. കാരണം ഇവിടെ കാർബൺ കാണപ്പെടുന്നത് സിമന്റൈറ്റ് രൂപത്തിലാണ്. കാർബൺ കാണപ്പെടുന്നത് സിമന്റൈറ്റ് രൂപത്തിലാണ്. സിമന്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമന്റൈറ്റിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? Fe3C ആണ്. അതായത് 3 അയണിന്റെയും ഒരു കാർബണിന്റെയും ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഇതിനാണ് നമ്മൾ സിമന്റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കാർബൺ കമ്പൈൻഡ് ഫോമിലാണ്, അല്ലെ? അതായത് അയണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഫോമിലാണ്. അതിനെ നമ്മൾ കമ്പൈൻഡ് ഫോം എന്ന് പറയുന്നത്. കമ്പൈൻഡ് ഫോം. കാർബൺ കമ്പൈൻഡ് ഫോമിലാണ്, അല്ലെങ്കിൽ സിമന്റൈറ്റ് രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഈ സിമന്റൈറ്റിന്റെ കളർ എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളറാണ്. ഇങ്ങനെ വൈറ്റ് കളറിൽ സിമന്റൈറ്റ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ സിമന്റൈറ്റ് രൂപത്തിൽ കാർബൺ കാണപ്പെടുന്നതുകൊണ്ട് ഇതിന് വൈറ്റ് കളറായിരിക്കും. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. വൈറ്റ് കാസ്റ്റേൺ വൈറ്റ് കളറായിരിക്കും, കാരണം കാർബൺ കാണപ്പെടുന്നത് സിമന്റൈറ്റ് രൂപത്തിലാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഈ സിമന്റൈറ്റ് എന്ന് പറയുന്നത് അയൺ കാർബൺ ഫാമിലിയിലെ സെക്കൻഡ് ഹാർഡസ്റ്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് ഹാർഡസ്റ്റ് എന്നുള്ളത് നമ്മുടെ മാർട്ടൻസൈറ്റ് ആണ്. മാർട്ടൻസൈറ്റ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാർഡസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ സിമന്റൈറ്റ് ആണ്. ഇതിന് ഭയങ്കര ഹാർഡ്നെസ് ആണ്. അപ്പൊ ഇങ്ങനെ സിമന്റൈറ്റ് ഉള്ളത് കൊണ്ട് വൈറ്റ് കാസ്റ്റേൺ എന്താണ്? ഹാർഡാണ്, ബ്രിട്ടിലാണ്. ഗ്രേ കാസ്റ്റേണേക്കാൾ ബ്രിട്ടിലാണ്, അതിനേക്കാൾ ഹാർഡാണ്. ഓക്കെ, ഇനി ഇതിന്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് എക്സ്ട്രൂഷൻ നോസിൽ എന്താണെന്ന് അറിയാലോ? എക്സ്ട്രൂഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന നോസിൽസ്. ഓക്കെ, നോസിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാവും, അല്ലെ? ഇങ്ങനെ നമ്മളൊരു നോസിൽ ഉണ്ടാവും. ആ നോസിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബില്ലറ്റ് നമ്മളിങ്ങനെ കടത്തിവിടും, അല്ലെ?
എന്നിട്ട് അതിനെ തന്നെ റിക്വയർഡ് ആയിട്ടുള്ള ഷേപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ എടുക്കും, വലിച്ചെടുക്കും. അതാണ് എക്സ്ട്രൂഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സോ ഈ നോസിൽസ്, നമ്മൾ നോസിൽ എന്ന് പറയും, ആ നോസിൽസ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ വൈറ്റ് കാസ്റ്റൈൻ വെച്ചിട്ടാണ്. വൈറ്റ് കാസ്റ്റൈൻ കേട്ടോ. സോ അത്രയും പഠിച്ചാൽ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. വൈറ്റ് കാസ്റ്റൈൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ബ്രിട്ടിലാണ്, എക്സ്ട്രീംലി ഹാർഡാണ്. ഇവിടെ കാർബൺ കാണപ്പെടുന്നത് കമ്പൈൻഡ് ഫോമിലാണ്, അഥവാ സിമെന്റേറ്റ് രൂപത്തിലാണ്. ഇതിന് വൈറ്റ് അപ്പിയറൻസ് ആണ്. അത്രേ ഉള്ളൂ. മാലിബിൾ കാസ്റ്റൈൻ, ഈ മാലിബിൾ കാസ്റ്റൈൻ നമ്മൾ വൈറ്റ് കാസ്റ്റൈൻ ഉണ്ടാക്കുന്നത്, വൈറ്റ് കാസ്റ്റൈൻ. ഓക്കെ, അത് നമ്മൾ അതിനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് ചെയ്ത്, അതായത് മാലിബിലൈസിംഗ് എന്ന് പറയുന്ന ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് വൈറ്റ് കാസ്റ്റൈൻ, മാലിബിലൈസിംഗ് എന്ന് പറയുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് മാലിബിൾ കാസ്റ്റൈൻ ഉണ്ടാക്കുന്നത്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കാർബൺ ഇൻ റോസറ്റെ ഫോമിലായിരിക്കും. റോസറ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലർ ഷേപ്ഡ് ഗ്ലോബ്യൂൾസിനെയാണ് റോസറ്റെ എന്ന് പറയുന്നത്. റോസെറ്റ്സ് ഓക്കെ, ഇറഗുലർ ഷേപ്പിലുള്ള ഗ്ലോബ്യൂൾസ് രൂപത്തിലാണ് മാലിബിൾ കാസ്റ്റൈനിൽ കാണപ്പെടുന്നത്. ആര്? നമ്മുടെ കാർബൺ. അതുകൊണ്ട് ഇതിനെ മാലിബിൾ കാസ്റ്റൈൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മുടെ 3 കാസ്റ്റൈൻ ഉണ്ട്. ഇതെന്താണ്? ഓക്കെ, ഫ്ലേക്ക് രൂപത്തിൽ കാർബൺ കാണപ്പെടുന്നുണ്ടോ? ഇവിടെ ബ്ലാക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കാർബൺ ആണ്. സോ ഇതെന്താണ്? നമ്മുടെ ഗ്രേ കാസ്റ്റൈൻ അല്ലെ. ഇവിടെ ഗ്ലോബുലാർ രൂപത്തിൽ നമ്മുടെ കാർബൺ കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഡക്റ്റൈൽ കാസ്റ്റൈൻ. ഡക്റ്റൈൽ. ഇവിടെ നമ്മുടെ റോസറ്റ് ഫോമില് ഇറഗുലർ സ്പിറോയിഡ് ഷേപ്പിൽ കാണപ്പെടുന്ന കാർബണൊക്കെ ഉണ്ടോ? ഇതാണ് നമ്മുടെ മാലിബിൾ കാസ്റ്റൈൻ കേട്ടോ. ഇത്രയും പഠിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ കാസ്റ്റൈനെ പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചോളാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ, കാസ്റ്റൈൻ ഈസ് യൂസ്ഡ് ഫോർ മെഷീൻ ബെഡ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈറ്റ്. കാസ്റ്റൈൻ എന്തുകൊണ്ടാണ് നമ്മൾ മെഷീൻ ബെഡ്സിൽ ഉപയോഗിക്കാനുള്ള കാരണം? ആൻസർ പറഞ്ഞു മക്കളെ. കാസ്റ്റൈൻ എന്തുകൊണ്ടാണ് മെഷീൻ ബെഡ്സിൽ ഉപയോഗിക്കാൻ കാരണം? നമ്മൾ ഇതിലും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. എന്താണ് ആൻസർ? നോക്കിയ ടെൻസൈൽ സ്ട്രെങ്ത്. കാസ്റ്റൈൻ ഒരിക്കലും ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല അല്ലെ. അതിന് ടെൻസൈൽ സ്ട്രെങ്ത് ഇല്ല. അതേസമയത്ത് കംപ്രസീവ് സ്ട്രെങ്ത് ഹൈ ആണ്. കാസ്റ്റൈന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹൈ ആണ്. കാസ്റ്റൈന്റെ ഡാമ്പിംഗ് കപ്പാസിറ്റി ഹൈ ആണ്. സോ ബി ആൻഡ് സി എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ബി ആൻഡ് സി ഇസ് ദി കറക്റ്റ് ആൻസർ. അടുത്തത് നോക്കിയ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്യുക. ഫ്രം ഡിസൈൻ കൺസിഡറേഷൻസ്, ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വാൻറ്റേജസ് ടു പ്ലേസ് കാർബൺ കാസ്റ്റൈൻ റിബ്സ് ഓൺ ദി ടെൻഷൻ സൈഡ് റാദർ ദാൻ ഓൺ ദി കംപ്രഷൻ സൈഡ്. നമ്മുടെ കാസ്റ്റൈൻ റിബ്സ്, കാസ്റ്റൈൻ കൊണ്ടുണ്ടാക്കുന്ന റിബ്സ്, അത് ടെൻഷൻ സൈഡിൽ കൊണ്ടുവെക്കുന്നതായിരിക്കും നല്ലത് റാദർ ദാൻ കംപ്രഷൻ സൈഡ്. ശരിയാണോ തെറ്റാണോ? കാസ്റ്റൈൻ പാർട്ടിക്കിൾസ് നമ്മൾ ടെൻസൈൽ ഫോഴ്സ് ഉള്ള സ്ഥലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. കാരണം കാസ്റ്റൈൻ ഒരിക്കലും ടെൻസൈൽ ഫോഴ്സിനെ അല്ലെങ്കിൽ ടെൻസൈൽ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല അല്ലെ. അത് ബ്രിട്ടിലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകും. അതിന് കംപ്രസീവ് ലോഡ് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. സോ ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം കാസ്റ്റൈൻ ഒരിക്കലും ടെൻഷൻ സൈഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ അത് കുറെ നാൾ നിൽക്കൂല, പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, കാസ്റ്റൈൻ ഈസ് ആൻ എക്സലന്റ് ചോയ്സ് ഫോർ മെഷീൻ ടൂൾ ഗൈഡ്സ് ആൻഡ് ഫ്രെയിംസ്. മെഷീൻ ടൂൾ ഫ്രെയിംസിന് അല്ലെങ്കിൽ ഗൈഡിന് നല്ലൊരു ടൂളാണ്. അത് ശരിയാണല്ലേ. കാരണം എന്താണ്? അതിന് വൈബ്രേഷൻ ഡാമ്പിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അതിനെന്താണ്? വൈബ്രേഷൻ ഡാമ്പിംഗ് കപ്പാസിറ്റി ഉണ്ട്, കംപ്രസീവ് സ്ട്രെങ്ത് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ എന്താണ്? സോ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. അടുത്താണെന്ത്? കാസ്റ്റൈൻ പാർട്സ് ഹാവ്. നോക്കിയപ്പോൾ 1ഉം 2ഉം മനസ്സിലായി. 1 തെറ്റാണ്, 2 ശരിയാണ്. ഈ ഓപ്ഷനിലേക്ക് നോക്കിയേ, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. മൂന്നാമത്തെ ഓപ്ഷൻ വായിച്ചു നോക്കേണ്ട ആവശ്യം തന്നെ വരില്ല. 1 തെറ്റാന്ന് നമുക്ക് അറിയാം, അതുകൊണ്ട് ഓപ്ഷൻ എ തെറ്റാ. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്ന് വെച്ചിരിക്കുന്നത്. ഇതിൽ 1 ഉണ്ട്, അത് തെറ്റാ. ഇതിലും 1 ഉണ്ട്, അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാ. ഇതിലും 1 ഉണ്ട്, അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാ. പിന്നെ നമുക്കറിയാം ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ, അത് നിർബന്ധമായിട്ടും ശരിയായിരിക്കണം.
സോ ഓപ്ഷൻ ബി ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാസ്റ്റ് അയൺ പാർട്സ് ഹാവ് ലോ നോച്ച് സെൻസിറ്റിവിറ്റി. കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ ബ്രിട്ടിലാണ്. ബ്രിട്ടിൽ പാർട്ടിക്കിൾസിന് എന്താണ്? നോച്ച് സെൻസിറ്റിവിറ്റി ലോ ആണ്. നോച്ച് സെൻസിറ്റിവിറ്റി. ഓക്കെ. സോ നോച്ച് സെൻസിറ്റിവിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ മെഷീൻ ഡിസൈനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവാം അല്ലെ? സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദി പെർസെന്റേജ് ഓഫ് കാർബൺ ഇൻ ഗ്രേ കാസ്റ്റ് അയൺ ഈസ് ഇൻ ദി റേഞ്ച് ഓഫ്. പെർസെന്റേജ് ഓഫ് കാർബൺ ഇൻ ഗ്രേ കാസ്റ്റ് അയൺ ഈസ് ഇൻ ദി റേഞ്ച് ഓഫ്. ഗ്രേ കാസ്റ്റ് അയണില് കാർബണിന്റെ പെർസെന്റേജ് എത്രയാണ്? നോക്കിയേ, ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് ഞാൻ പറഞ്ഞു കാസ്റ്റ് അയണിലുള്ള കാർബണിന്റെ പെർസെന്റേജ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഗ്രേ കാസ്റ്റ് അയണിൽ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം കാസ്റ്റ് അയണിൽ എന്താണ്? കാസ്റ്റ് അയണിൽ 2.1 മുതൽ 6.67% വരെയാണ് എന്ത് നമ്മുടെ കാർബണിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെ? സോ ഇതാണ് എന്ത് കാസ്റ്റ് അയൺ. സോ ഈ റേഞ്ചിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മാത്രമാണ്. ഓപ്ഷൻ സി അല്ലെ? സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി 6.67% കാർബൺ. 6.61% കാർബൺ എന്ന് പറയുന്നത് എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബൺ ആണ്? അത് സിമന്റൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർബൺ ആണ്. സിമന്റൈറ്റ് സ്ട്രക്ചറിൽ സിമന്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? Fe3C ആണ്. സിമന്റൈറ്റിലുള്ള കാർബണിന്റെ പെർസെന്റേജ് ആണ് 6.67 എന്ന് പറയുന്നത് അല്ലെ? 2.1 താഴെയാണെങ്കിൽ, ലെസ് ദാൻ 2.1 ആണെങ്കിൽ എന്താണ്? സ്റ്റീലിന്റെ കോമ്പോസിഷൻ ആണ് അല്ലെ? സ്റ്റീലിൽ എപ്പോഴും 2.1 താഴെയാണ് കാർബൺ പെർസെന്റേജ് ഉണ്ടാവുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വൈബ്രേഷൻ ഡാമ്പിംഗ് ഇൻ മെഷീനറി. വൈബ്രേഷൻ ഡാമ്പിംഗ് ഇൻ മെഷീനറി ഈസ് ബെസ്റ്റ് അച്ചീവ്ഡ് ബൈ മീൻസ് ഓഫ് ബേസ് സ്ട്രക്ചേഴ്സ് made of which of the following materials? വൈബ്രേഷൻ ഡാമ്പിങ് വേണമെങ്കിൽ ഏത് മെറ്റീരിയലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ഏതാണ് വൈബ്രേഷൻ ഡാമ്പിങ് മെഷീനറി? സി ആണല്ലേ? ഓപ്ഷൻ സി. എന്താണ്? ഗ്രേ കാസ്റ്റ് അയൺ ആണ്. നമ്മൾ പറഞ്ഞു ഗ്രേ കാസ്റ്റ് അയൺ ആണ് ഈ പറയുന്ന വൈബ്രേഷൻ ഡാമ്പിങ് പ്രോപ്പർട്ടി ഉള്ളത്. കാരണം എന്താണ്? നമ്മുടെ കാർബൺ എന്താണ്? നമ്മുടെ ഫ്ലേക്ക് രൂപത്തിലാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മെഷീൻ ടൂൾ മാനുഫാക്ചേഴ്സ് പ്രിഫർ ഗ്രേ കാസ്റ്റ് അയൺ ഗ്രേഡ് 40. ഗ്രേഡ് 40 എന്നുള്ളതൊക്കെ നിങ്ങൾ വിട്ടേക്ക്. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. മെഷീൻ ടൂൾ മാനുഫാക്ചേഴ്സ് പ്രിഫർ ഗ്രേ കാസ്റ്റ് അയൺ. ഗ്രേഡ് 40 എന്നുള്ളത് നമുക്ക് ആവശ്യമേ ഇല്ല. ജസ്റ്റ് ഒരു കൺഫ്യൂഷന് വേണ്ടി കൊടുത്തിരിക്കുന്നുള്ളൂ. ഫോർ പ്രൊഡ്യൂസിങ് മെഷീൻ കോളംസ് ആൻഡ് ടേബിൾസ്. Because grey cast iron is. ഈ മെഷീൻ ടൂൾ മാനുഫാക്ചേഴ്സ് ഗ്രേ കാസ്റ്റ് അയൺ ഉപയോഗിച്ചിട്ടാണ് മെഷീൻ കോളംസ്, അതിന്റെ മെഷീൻ ടൂളിന്റെ കോളം, അതിന്റെ ടേബിളൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിരിക്കുന്നത്, നമുക്ക് 4 ഓപ്ഷൻസ് തന്നെയുണ്ട്. 1, അത് ഹെവി ആയതുകൊണ്ട്. 2, ഈസിലി കാസ്റ്റബിൾ ആയതുകൊണ്ട്. 3, ഈസിലി വെൽഡബിൾ ആയതുകൊണ്ട്. 4, ഹാവിങ് ഗുഡ് ഡാമ്പിംഗ് കപ്പാസിറ്റി. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാ, ഓപ്ഷൻ 4 എന്തായാലും ഉണ്ട്. കാരണം ഗ്രേ കാസ്റ്റ് അയൺ അതിന്റെ ഒരു നല്ല പ്രോപ്പർട്ടിയാണ് ഡാമ്പിംഗ് കപ്പാസിറ്റി. ഇങ്ങനെ ഡാമ്പിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ഈ മെഷീൻ ടൂൾ മാനുഫാക്ചേഴ്സ് അത് വെച്ചിട്ടാണ് ആ മെഷീൻസ് ഉണ്ടാക്കുകയുള്ളൂ. ഓക്കെ. സോ 4 ഉള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ആണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും എല്ലാം നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. ഇനി 3 ആണ് 4, 2 ആണ് 3 ആണ് കറക്റ്റ്. 2 ഒക്കെ ഈസിലി കാസ്റ്റബിൾ. കാസ്റ്റ് അയൺ ഈസിലി കാസ്റ്റബിൾ ആണോ? ആണ്. അതുകൊണ്ടാണ് അതിന് കാസ്റ്റ് അയൺ പേര് വിളിക്കാൻ കാരണം. സോ 2 കറക്റ്റ് ആണ്. അപ്പൊ തന്നെ നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നേടി. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ 3 നോക്കിയേ, ഈസിലി വെൽഡബിൾ. കാസ്റ്റ് അയൺ ഒരിക്കലും ഈസിലി വെൽഡബിൾ അല്ല. കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് നമുക്ക് വെരി ഡിഫിക്കൽട്ട് ആണ് വെൽഡ് ചെയ്യാൻ. കാരണം എന്താണെന്ന് അറിയാമോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസ്റ്റ് അയൺ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ, വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഹീറ്റിംഗ് പ്രോസസ് ആണ് അല്ലെ? ഹീറ്റിംഗ് പ്രോസസ് ആണ്. ഓക്കെ. സോ ഹീറ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ അത് പെട്ടെന്ന് കൂളാവും.
അല്ലെ? കൂളാവും. ഹീറ്റ് ചെയ്യുന്നു, അത് പെട്ടെന്ന് അവിടെ കൂളാവുന്നു. അപ്പൊ പെട്ടെന്നൊരു ഹീറ്റിങ്ങും പെട്ടെന്നൊരു കൂളിംഗ് നടക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് നടക്കുമ്പോൾ, ഹീറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഹീറ്റ് ചെയ്തിട്ട് അവിടെ കൂൾ ചെയ്യുമ്പോൾ അവിടെ സ്ട്രെസ്സസ് ക്രിയേറ്റ് ചെയ്യും അല്ലെ? പെട്ടെന്ന് നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു റെസിഡുവൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. ആ മെറ്റീരിയലിന്റെ അകത്ത് ഒരു ഇന്റർണൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ കാസ്റ്റ് അയൺ വെരി ഹൈലി ബ്രിട്ടിൽ ആയതുകൊണ്ട് ഇതിന്റെ അകത്ത് ഉണ്ടാകുന്ന ഈ സ്ട്രെസ്സസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇതിന്റെ അകത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് പൊട്ടിപ്പോവും. അപ്പൊ കൂൾ ചെയ്യുമ്പോൾ കാസ്റ്റ് നമ്മൾ വെൽഡ് ചെയ്യുന്ന വിചാരിക്കുക, ആ വെൽഡ് ചെയ്ത ഏരിയ കുറച്ചു നേരം കഴിഞ്ഞ് അത് കൂൾ ചെയ്യുമ്പോൾ അവിടെ പൊട്ടലുണ്ടാവും, വിള്ളലുണ്ടാവും. കാരണം അത് ബ്രിട്ടിലാണ്. ആ കൂളിങ്ങിന്റെ സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കാസ്റ്റ് അയണിന്റെ വെൽഡബിലിറ്റി വളരെ ലോ ആണ്. സോ ഓപ്ഷൻ 3 ഇൻകറക്റ്റ് ആണ്. നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, 2 and 4. ഓപ്ഷൻ ബി. ഓക്കെ, താങ്ക് യു ഓൾ.